بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين وبعد. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളും പരിചയസമ്പന്നനും ആയ വ്യക്തിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നാം പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നു ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും. അല്ലാഹു തആല നിങ്ങളുടെ ബാഹ്യമായ പ്രകടനമോ ബാഹ്യമായ പ്രതിരൂപമോ അല്ല വീക്ഷിക്കുന്നത്, മറിച്ച് യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഇസ്ലാമിൻ്റെ നോട്ടം ഉള്ളത്. ഈ ഹൃദയം വിശാലമാവുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ജനങ്ങളോടും അവരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്തിക്കൊടുത്തുകൊണ്ട് തന്നെ ബന്ധപ്പെടാനും ഒരു മനുഷ്യത്വം എന്നത് മാത്രം ചിന്തിച്ച് അതിൽ പ്രവർത്തിക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില വികസനം കൊണ്ട് വലിയ വിപത്ത് ഉണ്ടാവും. ഞാൻ 2 കൊല്ലം മുമ്പ് ഇവിടെ പുഴയിലെ മണൽ വാരൽ സംബന്ധിച്ച് ഒരു കത്തെഴുതി മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. അന്ന് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. മണൽ വാരിയിട്ട് ഒട്ടാകെ അടുത്തുള്ള പറമ്പുകൾ കൂടി കുഴിച്ചു മാന്തി കൊള്ളലാഭ കച്ചവടക്കാർ പ്രവർത്തിക്കുന്നതിനെ തടയാനാണ് ഗവൺമെൻറ് മണൽ വാരൽ നിർത്തിയത്. പക്ഷെ അത് പിന്നെ എവിടെ എത്തി? ഇപ്പോഴും കുറ്റിപ്പുറം പാലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരമുള്ള അകലമുള്ള പുഴയുടെ 2 സൈഡിലും ചെറിയ 2 തോടുകൾ മാത്രമാണ് വെള്ളം വലിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കർഷകർ കൈവശപ്പെടുത്തി കൃഷി ചെയ്യാൻ തുടങ്ങിപ്പോയി. അത് കാരണം വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വെള്ളത്തിൽ പോകാൻ വഴിയില്ലാതെ വരികയും അത് 2 ഭാഗത്തേക്കും മറിഞ്ഞ് ഒലിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ഉരുൾപൊട്ടലും മറ്റു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവൽ. എന്നാൽ വേറെ ഒരു അത്ഭുതം, ഈ മണൽ വാര്
വിരോധിച്ചത് കാലത്ത് പിടിക്കപ്പെട്ട കുറേ ലോറികളും മറ്റ് വാഹനങ്ങളും റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇട്ട് തടി രക്ഷപ്പെടട്ടെ എന്നുള്ളവർക്ക് ഡ്രൈവർമാർ പോകുന്നു. അതുകൊണ്ട് മറ്റ് വാഹനങ്ങൾക്ക് പോകാൻ കൂടി അകലമുള്ള റോഡുകൾ ഈ പിടിച്ചു വെക്കപ്പെട്ട ലോറി, ജീപ്പ്, മറ്റ് വാഹനങ്ങൾ അതുകൊണ്ട് നിറഞ്ഞ് റോഡ് വികസനമില്ലാതെ ഒരു സൈഡ് എടുക്കാൻ വരെ സൗകര്യമില്ലാത്ത നിലക്ക് വാഹനങ്ങൾ നിറഞ്ഞെടുക്കുകയാണ്. അത് തട്ടിപ്പൊളിച്ച് വിറ്റാൽ അതിന് കാശ് കിട്ടും. അതിനും സമ്മതിക്കാതെ ഈ ലോറിയും കാറും മറ്റ് സാധനങ്ങളും റോഡ് നിറയെ ഇട്ടുകൊണ്ട് മനുഷ്യരുടെ വികസനങ്ങളെ തടയുന്നത് കാണുമ്പോൾ നമുക്ക് ശ്രദ്ധ ഏത് ഭാഗത്തേക്ക് പോകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. കോഴിക്കോട് മേയർ ഭവനിൽ ഒരിക്കൽ ഞാനും കൊടുവള്ളി അധികാരിയും ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തന്നു കുടിക്കാൻ. അപ്പോൾ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ഞാൻ കോഴിക്കോട്ടത് ഒരു വെള്ളവും കുടിക്കാറില്ല, എൻ്റെ വീട്ടിൽ നിന്നല്ലാതെ. കാരണം എന്താണ്? പൈപ്പുകൾ പഴകി കേടുവാത് ഓട്ടയായി. ആ ഓട്ടയിലൂടെ മഴവെള്ളവും വളരെ മലിനമായ വെള്ളവും ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അതിലൂടെയാണ് പിന്നീട് നല്ല വെള്ളം വരുന്നത്. ആ കാരണത്താൽ ഈ വെള്ളത്തെല്ലാം വിഷമുണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതുകൊണ്ട് കുടിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പണ്ട് ഇവിടെ വാട്ടർ സപ്ലൈയിൽ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത ആളായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട്, നിങ്ങൾ ജോലി ചെയ്യുന്ന കാലത്ത് ഇതൊന്നുമില്ലേ? അന്നൊന്നും ഇരുമ്പ് ഓട്ടയായി പോകാറില്ലേ? ഇപ്പോൾ മാത്രം ഇതെങ്ങനെ വന്നു എന്നുള്ള നിനക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചു മറുപടിയൊന്നുമില്ല. ഏതായിരുന്നാലും ഇവിടെ വികസനം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഭക്ഷണവും വസ്ത്രവും ജോലിയും മനുഷ്യർക്ക് മാന്യമായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത അത് ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിക്കൊടുക്കുകയും അതോടൊപ്പം മനുഷ്യരെ മനുഷ്യനായി കാണാനുള്ള അവസ്ഥ എല്ലാവരുടെയും ഹൃദയത്തിൽ ലഭ്യമാവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കലും ആണ്. ഞങ്ങളിപ്പോൾ ഞാനും അതുപോലെ സമസ്ത കേരള ജമിയയുടെ പല മെമ്പർമാരും ഇപ്പോൾ പേരോട് അദ്ദേഹം സഖാഫി വിളിക്കുന്നു, അദ്ദേഹവും അങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും വലിയ വലിയ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമെല്ലാം
ലക്ഷ്യം വെക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമോ, ഒന്ന് ഒരിക്കലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സംഘട്ടനം ഇല്ലാത്ത നല്ല ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ വളർന്നു വരണം. വിദ്യാഭ്യാസത്തിലൂടെ അവർ ആ രൂപം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് മാറിപ്പോവുകയില്ല എന്ന ഒരവസ്ഥയിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുക. ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഈമാനിന് കേടുവരാത്ത വിധത്തിൽ മാത്രം മനുഷ്യത്വത്തെയും മറ്റെന്തിനേയും പരിഗണിക്കുക. അവന് ഒന്നാമതും രണ്ടാമതും അവന് ഈമാനികമായ വിശ്വാസമായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ മനുഷ്യത്വം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും സർവശക്തൻ പ്രതിഫലം കൊടുക്കുകയും അതിൻ്റെ പ്രതിഫലം ഇവിടെ ഈ ലോകത്ത് തന്നെ കാണാൻ കഴിയുകയും ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. ആ നിലയിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ആ ആവശ്യങ്ങൾക്ക് എന്തെല്ലാം വേണമോ അത് ചെയ്തുകൊണ്ട് ഞങ്ങൾ തുടർന്നും മുന്നോട്ട് പോകും. അപ്പോൾ അതിന് നമ്മളെന്താണ് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഭരണാധികാരികൾ പറഞ്ഞാൽ നമുക്ക് കഴിയുന്നതൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ കഴിയും. അതിന് ഭരണാധികാരികൾ തീർച്ചയായും ഈ ഒരു ചിന്തയിൽ നമ്മുടെ രാഷ്ട്രീയം വളർത്തണമെന്നതിൽ കവിഞ്ഞ് ഇവിടെ മനുഷ്യത്വത്തെ വളർത്തിയെടുക്കണമെന്ന ചിന്തയിൽ എല്ലാ വിഭാഗം ആളുകളും പ്രവർത്തിച്ചാൽ ഇതെല്ലാം നടക്കുമെന്നതാണ് സത്യം. അതിന് സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.